നമസ്കാരം. മതേതരമെന്ന് ഇന്ത്യയെ പറയുമ്പോഴും നമ്മുടെ രാജ്യത്തിനുള്ളിലും മത കോടതികൾ ശക്തി പ്രാപിക്കുകയാണോ? ചില മതങ്ങൾ, സമുദായങ്ങൾ അവരുടെ നിയമങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും മതവിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കണമെന്ന അഭിപ്രായമുള്ളവരാണ്. അത് പല തവണയായി പല സാഹചര്യങ്ങളിലായി അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ISIS, ഹിസ്ബുള്ള, ഹമാസ് എന്നിവരെയൊക്കെ രക്തസാക്ഷികളായും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നവരായും വാഴ്ത്തിപ്പാടുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇക്കഴിഞ്ഞ ദിവസം മുതൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായത് സിഖുകാരുടെ പരമോന്നത കോടതിയായ അകാൽ തഖ്ത ശിരോമണി അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയും അകാലിദൾ നേതാവുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നൽകിയ ശിക്ഷയിലൂടെയാണ്. ചില്ലറ ശിക്ഷയൊന്നുമല്ല നൽകിയത്. ടോയ്ലറ്റ് ക്ലീനാക്കൽ മുതൽ അടുക്കള വൃത്തിയാക്കൽ വരെ അത് ഉണ്ടായിരുന്നു. കൂടാതെ കാവൽ ശിക്ഷയും. സുവർണ ക്ഷേത്രത്തിന്റെ കവാടത്തിന് മുന്നിൽ വീൽചെയറിൽ കുന്തവുമായി ഇരിക്കുകയായിരുന്നു വേണ്ടത്. കഴുത്തിൽ പ്ലക്കാർഡ് ധരിക്കണം, കയ്യിൽ കുന്തം കരുതണം, കൂടാതെ 1 മണിക്കൂർ കീർത്തനങ്ങളും ആലപിക്കണം തുടങ്ങിയ ശിക്ഷകളാണ് അകാൽ തഖ്ത് ബാദലിന് മേൽ ചുമത്തിയത്. 2007-2017 കാലത്തെ അകാലിദൾ ഭരണത്തിലുണ്ടായ സർക്കാരിന്റെയും പാർട്ടിയുടെയും മതപരമായ തെറ്റുകളെ മുൻനിർത്തിയാണ് ബാദലിനെ ശിക്ഷിച്ചത്. സിഖ് മത നിയമപീഠം തെറ്റുകാരനെന്ന് വിധിച്ചതിനു പിന്നാലെ സുഖ്ബീർ സിംഗ് ബാദൽ ശിരോമണി അകാലിദൾ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. ഇതോടെയായിരുന്നു ശിക്ഷാവിധി. ഇത് സിഖ് മത കോടതിയുടെ ആദ്യ ശിക്ഷ നടപ്പാക്കലല്ല. ഇന്ത്യയുടെ രാഷ്ട്രപതിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കുമൊക്കെ ചെരുപ്പ് തുടക്കലടക്കം ശിക്ഷ വിധിക്കുകയും നടപ്പാക്കുകയും ചെയ്ത ഒരു മത കോടതിയാണ് സിഖ് മതവിഭാഗത്തിന്റെ അകാൽ തഖ്ത. ഈ ശിക്ഷയ്ക്കിടയിൽ സുഖ്ബീർ സിംഗ് ബാദലിനെതിരെ വധശ്രമം ഉണ്ടായതും രാജ്യത്തെ ഞെട്ടിച്ചിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. എന്തിനാണ് സുഖ്ബീർ സിംഗ് ബാദലിന് ശിക്ഷ നൽകിയത് എന്നതുകൂടി പറഞ്ഞതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. 2007-2017 കാലത്തെ അകാലിദൾ ഭരണത്തിലുണ്ടായ സർക്കാരിന്റെയും പാർട്ടിയുടെയും മതപരമായ തെറ്റുകളെ മുൻനിർത്തിയായിരുന്നു ബാദലിനെ ശിക്ഷിച്ചത്. ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിന്റെ ഭാഗമായി 1986 ഏപ്രിലിൽ സുവർണ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സുരക്ഷാ സേനയ്ക്ക് അനുവാദം നൽകിയതിന് പഞ്ചാബിലെ അന്നത്തെ അകാലിദൾ മുഖ്യമന്ത്രി സുർജിത് സിംഗ് ബർണാലയെ അകാൽ തഖ്ത് സമുദായത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. വിശ്വാസികളുടെ ഷൂ വൃത്തിയാക്കാനും ഭിക്ഷയെടുക്കാനുമാണ് ബർണാലയോട് ആവശ്യപ്പെട്ടത്. 5 വർഷത്തിനു ശേഷം അദ്ദേഹം ഉത്തരവ് അനുസരിച്ചു. 21 ദിവസമായിരുന്നു അദ്ദേഹം ഷൂ പോളിഷിംഗ് ജോലി ചെയ്തത്. ആദ്യ സിഖ് ചക്രവർത്തി മഹാരാജ രഞ്ജിത് സിംഗ്, അകാലിദൾ പ്രസിഡന്റ് ജഗ്ദേവ് സിംഗ് തൽവണ്ടി, അകാൽ തഖ്തിന്റെ മുൻ തലവൻ ദർശൻ സിംഗ് എന്നിവർക്കാണ് ഇതിനു മുൻപ് ശിക്ഷ ലഭിച്ചത്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന രീതിയിലാണ് പലപ്പോഴും സിഖ് രീതി. എത്രമാത്രം ആധുനികരാണെന്ന് പറയുന്നവരുടെ ഇടയിൽ പോലും മതം തിളച്ചു പൊങ്ങി നിൽക്കുന്നു. മുൻ രാഷ്ട്രപതിയെയും മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ പോലും ശിക്ഷിച്ചവരാണ് ഇവരെ ഓർക്കണം. ആധുനിക കാലത്ത് ഈ മതകോടതികളിൽ മറ്റൊരു അപകട സൂചന കൂടിയുണ്ട്. പഞ്ചാബിലടക്കം ഖലിസ്ഥാൻ വാദം വർദ്ധിച്ചു വരുന്ന സമയമാണിത്. കാനഡയിൽ നിന്ന് പണമൊഴുക്കി ഇന്ത്യയെ വിഭജിച്ച് ഖലിസ്ഥാൻ ഉണ്ടാക്കിയെടുക്കാൻ ചിലർ അതിശക്തമായി ശ്രമിക്കുന്നതിന് ഇടയിലാണ് മത കോടതികളൊക്കെ ഒരു മതേതര രാജ്യത്തെ നോക്കി ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് എന്നതും നമ്മൾ ഓർക്കണം. മതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അത് പ്രധാനമന്ത്രിയായാൽ പോലും ശിക്ഷിക്കുക എന്നതാണ് സിഖ് രീതി. സുവർണ ക്ഷേത്രത്തിന് സമീപം കാലാതീതമായ ദൈവത്തിന്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന അകാൽ തഖ്ത് സ്ഥിതി ചെയ്യുന്നു. സിഖ് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങളെല്ലാം അവിടെയുള്ള പുരോഹിതന്മാരാണ് എടുക്കുക. തൻഖാ ശിക്ഷ ലഭിക്കുന്നവരെ ചെരുപ്പ് വൃത്തിയാക്കുക, നിലം തുടയ്ക്കുക, ഭിക്ഷയെടുക്കുക, പാത്രങ്ങൾ കഴുകുക,
ശുചിമുറികൾ വൃത്തിയാക്കുക, ഗുരുദ്വാരകളുടെ പരിസരം വൃത്തിയാക്കുക, അടുക്കള ജോലികൾ ചെയ്യുക എന്നിവ പോലുള്ള ശിക്ഷകളാണ് നൽകുന്നത്. താൻ പാപിയാണെന്ന് പ്രഖ്യാപിക്കുന്ന ഫലകം കഴുത്തിൽ തൂക്കിയ ശേഷമാണ് ശിക്ഷ നടപ്പാക്കുന്നത്. പരസ്യമായിട്ടുള്ള ചാട്ടവാറടിയും നെറ്റിയിൽ ചാപ്പകുത്തലടക്കമുള്ള ശിക്ഷകളും ആദ്യകാലങ്ങളിൽ നൽകിയിരുന്നു. മുൻ രാഷ്ട്രപതിയും മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും വരെ അകാൽ തഖ്തിന്റെ വിചാരണ നേരിട്ടു എന്നോർക്കുമ്പോൾ നമ്മൾ പലതും ചിന്തിച്ചു പോകുന്നു. 1984 സുവർണ ക്ഷേത്രത്തിൽ അഭയം തേടിയ തീവ്രവാദികളെ തുരത്താൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലെ പങ്കിന് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബൂട്ടാ സിംഗിനെയും മതകോടതി തൻഖാ ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. രാഷ്ട്രപതിയായിരുന്ന സെയിൽ സിംഗിന് രേഖാമൂലമുള്ള ക്ഷമാപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അകാൽ തഖ്ത് മാപ്പ് നൽകിയത്. സിഖ് മതത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ബൂട്ടാ സിംഗ് 10 വർഷത്തിനു ശേഷം മതകോടതിയിൽ നേരിട്ട് മാപ്പ് പറയുകയായിരുന്നു. തുടർന്ന് സിഖ് വിശ്വാസികളുടെ ഷൂ പോളിഷ് ചെയ്യണമെന്നുള്ള ശിക്ഷ നൽകി. ഒപ്പം നിലം തുടയ്ക്കലും പാത്രം കഴുകൽ ശിക്ഷയും വിധിച്ചിരുന്നു. 1994 ഫെബ്രുവരി 20 അദ്ദേഹം ശിക്ഷ ഏറ്റുവാങ്ങി. ഡൽഹിയിലെ ബംഗ്ലാ സാഹിബ് ഗുരുദ്വാരയിൽ ബൂട്ടാ സിംഗ് ഷൂസ് വൃത്തിയാക്കുന്നതിന്റെ ചിത്രങ്ങൾ അക്കാലത്ത് വലിയ ചർച്ചയായിരുന്നു. സിഖ് വിരുദ്ധ കലാപം വഴിയുണ്ടായ വൈരാഗ്യത്തിന് ഒരു പരിധിവരെ തടയിടാനും ബൂട്ടാ സിംഗിന് ഈ പ്രവൃത്തി കൊണ്ട് കഴിയട്ടെ എന്നാണ് അന്ന് ദ ഹിന്ദു പത്രം പോലും എഴുതിയത്. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർ ബൂട്ടാ സിംഗിനെ കൊല്ലുമായിരുന്നു. അതാണ് സിഖ് വംശജരുടെ മതവീര്യം. സ്നേഹിച്ചാൽ ചങ്കങ്ങ് പറിച്ചു തരും, ഇടഞ്ഞാലോ തലയെടുക്കുകയും ചെയ്യും. സുവർണ ക്ഷേത്രത്തിൽ നടന്ന സൈനിക നടപടിയാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കും ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള മുഴുവൻ സിഖ് ഉദ്യോഗസ്ഥരെയും പിൻവലിക്കണമെന്ന് IB ആവശ്യപ്പെട്ടു. എന്നാൽ ഇന്ദിരാഗാന്ധി ഈ റിപ്പോർട്ട് തള്ളി. ആർ വി സെക്യുലർ എന്ന ചോദ്യം കുറിച്ചിട്ടാണ് അവർ ആ ഫയൽ തള്ളിയത്. എന്നിട്ടും ഉദ്യോഗസ്ഥർ ഏറെ ശ്രദ്ധിച്ചിരുന്നു. സത്വന്ത് സിംഗും ബിയാൻ സിംഗും അത്രമേൽ വിശ്വസ്തരും അർപ്പണ ബോധവുമുള്ളവർ ആയിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിലയിരുത്തിയത്. പക്ഷേ അവർ തന്നെ സ്വന്തം ജീവൻ കൊടുത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ജീവൻ എടുത്തു. അതാണ് മതപ്പക. 16-ാം നൂറ്റാണ്ടിലാണ് സിഖ് മതം രൂപം കൊള്ളുന്നത്. ഹിന്ദു മതത്തിലെയും ഇസ്ലാമിലെയും സാരാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗുരു നാനാക്ക് ഒരു പുതിയ മതത്തിന് രൂപം നൽകുകയായിരുന്നു. സംസ്കൃത പദമായ സിക്സ, അതായത് ശിഷ്യ എന്ന പദത്തിൽ നിന്നാണ് സിഖ് എന്ന പേര് ഉടലെടുത്തത്. ഗുരു നാനാക്കിന്റെ വിശ്വാസ പ്രമാണങ്ങളാണ് സിഖ് സമൂഹങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം. ഇവരുടെ പുണ്യ ഗ്രന്ഥമാണ് ഗുരു ഗ്രന്ഥ സാഹിബ്. വിഗ്രഹ ആരാധനയെ അടക്കം ഗുരു നാനാക്ക് ശക്തമായി എതിർത്തിരുന്നു. ജാതി വിഭജനത്തെയും അദ്ദേഹം എതിർത്തു. ഇസ്ലാം മതവിഭാഗക്കാർ കണ്ടുമുട്ടുമ്പോൾ അസ്ലാമു അലൈക്കും എന്ന് പരസ്പരം പറഞ്ഞ് സംബോധന ചെയ്യുന്നത് പോലെ സിഖുകാർ കണ്ടുമുട്ടുമ്പോൾ സത് ശ്രീ അകാൽ, അതായത് സത്യം അനന്തം എന്നാണ് പറയാറുള്ളത്. ഇസ്ലാം കാര്യം 5 എന്ന് പറയുന്നത് പോലെ സിഖ് മതക്കാർ പിന്തുടരേണ്ട 5 നിയമങ്ങളുമുണ്ട്. ഇതിൽ പ്രധാനമാണ് കേശം. ഇവരുടെ മത നിയമപ്രകാരം തലമുടി മുറിക്കുന്നത് നിഷിദ്ധം. നീണ്ട തലമുടി തലയ്ക്ക് മുകളിൽ ഗോളാകൃതിയിൽ കെട്ടിവയ്ക്കുന്നു. അതിനുശേഷം ഒരു തലപ്പാവ് കൊണ്ട് കെട്ടി അതിനെ മറക്കുന്നു. ചിലർ താടിയും നീട്ടി വളർത്തുന്നുണ്ട്. നീട്ടി വളർത്തിയ താടിയെ കറുത്ത നിറമുള്ള നെറ്റ് പോലുള്ള തുണി കൊണ്ട് ഒതുക്കി കെട്ടിവയ്ക്കുന്നു. കൃപാൺ എന്ന നീളം കുറഞ്ഞ വാളാണ് 5 നിയമങ്ങളിൽ രണ്ടാമത്തേത്. നീളം കുറഞ്ഞ ഒരു വാൾ ആണിത്. സിഖുകാരുടെ ഉടലിൽ തൂക്കിയിട്ടിരിക്കും. അവരുടെ മത നിയമപ്രകാരം നിർബന്ധമായും ഈ വാൾ കയ്യിൽ കരുതണമെന്നാണ്. എങ്കിലും ഇപ്പോഴത്തെ തലമുറ വാൾ കൊണ്ടു നടക്കുന്നത് കുറവ്. അതുപോലെ കച്ചു എന്ന് സിഖുകാർ ധരിക്കുന്ന ഒരുതരം അടിവസ്ത്രവും കാര എന്ന പുരുഷന്മാരുടെ വലത്തെ കൈയിൽ ധരിക്കുന്ന സ്റ്റീൽ വളയും കംഖ എന്ന പ്രത്യേക മരത്തിന്റെ തടിക്കഷ്ണം ചീകിയുണ്ടാക്കിയ
ചീർപ്പാണ് മറ്റുള്ള നിയമങ്ങളിൽ വരുന്നത്. ഇങ്ങനെ സെമിസ്റ്റിക് മതങ്ങളുടെ അതേ റിജിഡിറ്റിയോടെയാണ് സിഖുകാരുടെയും രീതികൾ. സിഖ് മതസ്ഥാപകൻ ഗുരുനാനാക്ക് ആണെങ്കിലും സിഖ് മതത്തെ ചിട്ടപ്പെടുത്തിയത് ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. അദ്ദേഹമാണ് വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾക്കും ജീവിത രീതികൾക്കും രൂപം നൽകിയത്. 5K എന്ന മതനിയമങ്ങൾ തയ്യാറാക്കിയതും അദ്ദേഹം. 11 ഗുരുക്കന്മാരിൽ നിന്നും പകർന്ന സിഖ് മതം ഇന്ന് ഇന്ത്യയിൽ 2 കോടിയോളം വിശ്വാസികളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ 5ാമത്തെ സംഘടിത മതവും ഇതുതന്നെ. മറ്റൊരു മതത്തിലും കാണാത്ത ഒരു പ്രത്യേകത കൂടി സിഖ് മതത്തിന് പറയാനുണ്ട്. യാചകർ ഇല്ല എന്നതാണത്. അതിന് പിന്നിലെ കാരണം അവരുടെ ഐക്യം തന്നെയാണ്. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള സിഖ് മത വിശ്വാസികൾ ചെറിയ പെട്ടിക്കട നടത്തിയും തെരുവ് കച്ചവടം നടത്തിയും ഓട്ടോ ഓടിച്ചും ജീവിക്കുന്നവരുണ്ട്. എന്നാൽ പോലും ആരുടെ മുന്നിലും അവർ കൈനീട്ടാൻ വരില്ല. കയ്യിൽ പണമൊന്നുമില്ലെങ്കിലും ആഹാരം കഴിക്കാൻ അമൃത്സർ പോലുള്ള സ്ഥലങ്ങളിലെ ഗുരുദ്വാരകളിലെ ഊട്ടുപുരകൾ ഉള്ളിടത്തോളം കാലം ആർക്കും ഭിക്ഷയാചിക്കേണ്ട അവസ്ഥ വരില്ല എന്നത് തന്നെയാണ് അതിന്റെ പിന്നിലെ സത്യം. പൊതുവെ ധൈര്യശാലികളും ആത്മാഭിമാനികളുമാണ് സിഖ് സമൂഹം. പക്ഷേ സെമിസ്റ്റിക് മതങ്ങളുടെ കാർക്കശ്യം അതിനുമുണ്ട്. അതുകൊണ്ട് തന്നെ മതം വിടുന്നവനോടും മതവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവനോടും ഇസ്ലാമിന്റെ അതേ രീതിയിൽ തന്നെയാണ് പലപ്പോഴും ഇവർ പ്രതികരിക്കുന്നത്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശൈലിയിൽ തിരിച്ചടിക്കുന്നവരുമാണ് അവർ. ഔറംഗസീബിന്റെ കാലത്തൊക്കെ ഒരുപാട് കൊടിയ പീഡനങ്ങളിലൂടെ കടന്നുപോയവരാണ് സിഖുകാർ. ഇന്ത്യ വിഭജന കാലത്തും ഇന്ദിരാഗാന്ധി വധത്തിനു ശേഷവും അവർ ശരിക്കും വേട്ടയാടപ്പെട്ടു. പക്ഷേ അപ്പോഴൊന്നും സിഖുകാർ മത കാർക്കശ്യത്തിൽ അല്പം പോലും വെള്ളം ചേർത്തില്ല എന്നതും ശ്രദ്ധേയം. ഇനിയുമുണ്ട് ഇതേക്കുറിച്ച് ഏറെ പറയാൻ. അത് മറ്റൊരു വീഡിയോയിലൂടെ. നന്ദി.